നമസ്കാരം. എല്ലാവർക്കും അദ്വൈതം PSCയിലേക്ക് സ്വാഗതം. നമുക്ക് എക്സാം അടുത്തു. നാളെയാണ് എക്സാം. അപ്പോൾ നാളത്തെ എക്സാമിനായിട്ട് കുറച്ച് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമുക്ക് നോക്കാം. നാളത്തെ എക്സാമിന് എന്തായാലും നമുക്ക് യൂസ് ആവും. കാരണം നമ്മുടെ 2 ക്വസ്റ്റ്യൻ പേപ്പറും നമ്മുടെ WCPയുടെ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ കണ്ടു, ഡ്രൈവറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും കണ്ടു. 2 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ WCPO ക്വസ്റ്റ്യൻ പേപ്പർ ഒരു വ്യത്യസ്തമായിരുന്നു. കാരണം സെക്ഷൻ ചോദിച്ചു, ഡീപ്പായിട്ടുള്ള ശിക്ഷകൾ ചോദിച്ചു, പിന്നെ കുറച്ച് സിലബസിന് പുറത്തും വളരെ അത്യാവശ്യം ഒരു സുഖമില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു WCPO. പക്ഷേ ഡ്രൈവറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല ഭംഗിയുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പോൾ രണ്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നാളെ നടക്കാൻ പോകുന്ന മെൻ CPO ക്വസ്റ്റ്യൻ പേപ്പർ. അവിടെ നിങ്ങൾ വേറൊരു കാര്യം കൂടെ അറിയണം. നമ്മുടെ ചാനലിൽ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, നാളെ എക്സാം കഴിഞ്ഞിട്ടൊരു അനാലിസിസ് ഉണ്ടാവും. ആരൊക്കെ എന്തൊക്കെ ചെയ്യണം, ഇനി ഫിസിക്കൽ ചെയ്യണമോ, ഏതൊക്കെയാണ് നമുക്കെന്താണ് ബറ്റാലിയൻ വെച്ചവർക്ക് എത്ര കട്ട് ഓഫ് വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളതിൽ വിശദീകരിക്കും. അപ്പോൾ തൽക്കാലം നമുക്ക് അതല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. നാളത്തെ എക്സാമാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ ഫാക്ട്സും നമുക്ക് നോക്കാം. നാളെ നമുക്ക് യൂസ് ആകണം. ഓക്കെ അല്ലേ? അപ്പോൾ BNSുമായി ബന്ധപ്പെട്ട് ചേരുംപടി ചേർക്കുക. BNSുമായി ബന്ധപ്പെട്ട് ചേരുംപടി ചേർക്കുക. ഇതിനകത്ത് വകുപ്പ് 33, വകുപ്പ് 37, 34, 31 ഇതെന്താണെന്ന് നോക്കാം. അപ്പോൾ സ്വയരക്ഷാവകാശവുമായി ബന്ധപ്പെട്ട പ്രവർത്തികളാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് നോക്കാം. 33 എന്ന് പറഞ്ഞാൽ 34 മുതൽ, അതായത് BNSലെ 34 മുതൽ 44 വരെയുള്ള വകുപ്പുകൾ എന്തുമായി ബന്ധപ്പെട്ടതാണ്? സ്വയരക്ഷാവകാശവുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ് 34 മുതൽ 44. അപ്പൊ സ്വയരക്ഷാവകാശം എന്താണ് എന്ന് പറയുന്നതാണ് പറയുന്ന സെക്ഷൻ 34. അപ്പോൾ ആദ്യം പറയാം, സ്വയരക്ഷയ്ക്കായി ചെയ്യുന്ന പ്രവൃത്തികൾ യാതൊന്നും കുറ്റമല്ല. അടുത്ത് പറയുന്നു, സ്വയരക്ഷാവകാശം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. സ്വയരക്ഷാവകാശം ചെയ്യാൻ പാടില്ല എപ്പോഴൊക്കെ എന്ന് ചോദിച്ചാൽ, അപ്പോൾ സ്വയരക്ഷാവകാശം ഇല്ലാത്ത പ്രവൃത്തികളെ പറ്റി പറയുന്ന സെക്ഷൻ 37 ആണെന്ന് അറിയുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നോക്കാം നമുക്ക്. എന്താണ് സ്വയരക്ഷാവകാശം? ആദ്യം നോക്കാം. സ്വയരക്ഷാവകാശം 2 വിധം 35 പറയുന്നു. 2 വിധം ഏതൊക്കെയാണ്? ശരീരത്തിനെതിരെയുള്ള സ്വയരക്ഷാവകാശവും വസ്തുക്കൾക്കെതിരായുള്ള സ്വയരക്ഷാവകാശവും. പഠിക്കണം. ഞാൻ ഈ പഠിപ്പിക്കുന്ന ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ടേ പോകാവൂ നാളെ എക്സാമിന്. അത് കഴിഞ്ഞ് പറഞ്ഞു, എന്താണ് സ്വയരക്ഷാവകാശത്തിൽ ചിത്തഭ്രമമുള്ള വ്യക്തിക്കെതിരെ സ്വയരക്ഷാവകാശം ചെയ്യാൻ പാടില്ല എന്നല്ല, ചെയ്യാം. ചിത്തഭ്രമമുള്ള വ്യക്തിക്കെതിരെയും സ്വയരക്ഷാവകാശം ചെയ്യാം എന്ന് പറയുന്ന വകുപ്പ് ഏതാണ്? 36. മറക്കരുത്, 36. ചിത്തഭ്രമമുള്ള വ്യക്തിക്കെതിരെയും സ്വയരക്ഷാവകാശം നമുക്ക് ചെയ്യാം. ക്ലിയർ ആണോ? ഓക്കെ. അത് കഴിഞ്ഞ് 37 പറഞ്ഞു, സ്വയരക്ഷാവകാശം ഇല്ലാത്തത് പബ്ലിക് സർവന്റിനെതിരെ ഇല്ല, പബ്ലിക് സർവന്റെ നിർദ്ദേശത്തിന്മേൽ അല്ലെ മറ്റൊരു വ്യക്തിക്കെതിരെ ഇല്ല. അതുപോലെ മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേ? സ്വയരക്ഷാവകാശം ഇല്ലാത്ത മറ്റൊരു കണ്ടീഷൻ, പൊതു സംരക്ഷണത്തിനായിട്ട്, അതായത് പൊതു അധികാര സ്ഥാനങ്ങളെ സംരക്ഷണത്തിനായിട്ട് സമീപിക്കുവാൻ സമയമുള്ള സംഗതികളിലും എന്തില്ല? സ്വയരക്ഷാവകാശം ഇല്ല. അപ്പോൾ സ്വയരക്ഷാവകാശം ഇല്ലാത്ത കണ്ടീഷൻസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ. ഇത് 37. പിന്നെ 38 മുതൽ 40 വരെ എന്താണ്? ശരീരം സംബന്ധിച്ച സ്വയരക്ഷാവകാശവും. 41 മുതൽ 43 വരെ വസ്തുക്കൾ സംബന്ധിച്ച സ്വയരക്ഷാവകാശം. അതിൽ തന്നെ ആരെയൊക്കെ എപ്പോഴൊക്കെ കൊല്ലാമെന്ന് 38ലും 41ലും ഉണ്ട്. അത് നിങ്ങൾ പഠിക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം. അതുപോലെ 44 സ്വയരക്ഷാവകാശം ചെയ്യുന്നതിനിടയിൽ ചിലപ്പോൾ ആരും പെടാം, നിരപരാധികൾ പോലും പെടാം എന്ന് പറയുന്നുണ്ട് 44. ഓക്കെ. ഇനി ഇതിനകത്ത് 33ാമത്തെ വകുപ്പ് എന്ത് പറയുന്നു? നിസ്സാരമായ ഉപദ്രവം ഉണ്ടാക്കി ചെയ്യുന്ന പ്രവൃത്തിക്ക് ശിക്ഷയില്ല. കാരണം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ 3 ആണ്. ജനറൽ എക്സെപ്ഷൻസ്, ശിക്ഷയില്ലാത്ത അധ്യായമാണ്. 3 അധ്യായമൊക്കെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ഇനി ഉത്തമ വിശ്വാസപൂർവ്വം നൽകുന്ന ആശയവിനിമയമാണ് 33 പറയുന്നത്. ഉത്തമ വിശ്വാസപൂർവ്വം നൽകിയ ആശയവിനിമയം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏത് വരും നമുക്ക്? 33. അപ്പോൾ ഇത് ആൻസർ നോക്കിയാൽ പോരെ. 2C വരുന്ന ആൻസർ ഏതുണ്ട്? 2C വരുന്നത്. 3A വരുന്ന ആൻസർ ഏതുകൊണ്ട്? അടപ്പുണ്ട്. 4 എന്താണ്? ഇതല്ല, നമുക്ക് ഇതാണ് അല്ലെ 31. അപ്പം 31 അവിടെ വരുന്നത് എന്താണ്? നിസ്സാരമായ ഉപദ്രവം അല്ലെ, D 4 വരുന്നത് ഓപ്ഷൻ.
അപ്പോൾ ആൻസർ ദ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ എന്ന് മനസ്സിലായി കാണും. അപ്പോൾ സ്വയരക്ഷാവകാശം പഠിക്കാതെ പോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ, BNSുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇപ്പോൾ നമ്മുടെ ഡ്രൈവർ CPOക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 76ാമത്തെ വകുപ്പിനെ കുറിച്ചാണ് ചോദിച്ചത്. 76 വിവസ്ത്രയാക്കുക എന്നൊരു വകുപ്പായിരുന്നു അന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചത്. വിവസ്ത്രയാക്കുക, സ്ത്രീയെ പൊതുസ്ഥലത്ത് വെച്ച് അപമാനിക്കുന്ന ഏതൊരു വ്യക്തിയും എന്ത് ചെയ്യുന്നു? കുറ്റക്കാരനാണ്. ഏതൊരു വ്യക്തിയും എന്നാണ് ആൻസർ. അപ്പോൾ അവിടെ നമുക്ക് നോക്കാനുള്ളത് 74 മുതൽ നമുക്ക് പ്രധാനമായിട്ടും 80 വരെയെങ്കിലും നമുക്കൊരു സ്ട്രെച്ചിൽ നോക്കാം. ഒരുപാടുണ്ടെങ്കിലും 74 മുതൽ 80 വരെ നമുക്ക് നോക്കാം. 74 ഒരു പൊതുസ്ഥലത്ത് വെച്ച് സ്ത്രീയെ അപമാനിക്കണമെന്ന രീതിയിൽ കയ്യേറ്റം ചെയ്യുന്നു എന്നാണ് 74ാമത്തെ വകുപ്പ്. ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മുതൽ 5 വർഷം. അപ്പോൾ ഇത് തെറ്റായ പ്രസ്താവനയല്ലേ. 74 പീഡനം വരില്ല. ഇനി തെറ്റായതാണ് ചോദിച്ചത്. ഇനി 72 ഒരിക്കലും ഇവിടെ വരില്ല, കാരണം 72 വിവസ്ത്രയാക്കുക എന്ന സെക്ഷൻ 76 ആണെന്ന് നമുക്കറിയാം. ഇനി 79 നമുക്ക് നോക്കാം. പിന്തുടരുക എന്നാണ് 79. പിന്തുടരുക 78 ആണ്. കാരണം 74 എന്നാണ് കയ്യേറ്റം ചെയ്യുക, 75 പീഡനം. അപ്പം ലൈംഗിക പീഡനം ഏത് സെക്ഷനാണ്? 75 ആണ്. 75. ഓക്കെ. 76 വിവസ്ത്രയാക്കുക. 77 പഠിച്ചു. 77 എന്താണ് പഠിച്ചത്? വോയറിസം എന്ന വാക്ക് പഠിച്ചു. പതുങ്ങി പിൻപറ്റുക. ആദ്യ തവണ ചെയ്താൽ 1 മുതൽ 3 വർഷം, വീണ്ടും ചെയ്താൽ 3 മുതൽ 7 വർഷം എന്നറിയുക. അപ്പോൾ പതുങ്ങി പിൻപറ്റുക എന്നൂടെ ഓർമ്മിക്കുക. അതുപോലെ 78 സ്റ്റോക്കിംഗ്, പിന്തുടരുക എന്ന് പറയുന്നത് 78. ഇതാണ് ഗോപ്യമായ പിന്തുടരൽ എന്ന് പറഞ്ഞാൽ അതും തെറ്റാണ്. 78 വരണമായിരുന്നു അത്. ഓക്കെ ആണോ? 79 എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് നേരെ അശ്ലീലാംഗ്യം, വസ്തുക്കൾ ഇതൊക്കെ കാണിച്ചാൽ 79 ആണ്. അപ്പോൾ ഇതെല്ലാം തെറ്റാണ് ആൻസർ. ഇവയെല്ലാം എന്നാണ് ആൻസർ. നിങ്ങൾ എന്തായാലും 74 മുതൽ 80 വരെ കട്ടയ്ക്ക് പഠിച്ചോളുക. ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ 80ാമത്തെ വകുപ്പ് മറക്കരുത്. 80ാമത്തെ വകുപ്പ് എന്താണ് പറഞ്ഞത്? സ്ത്രീധന മരണമാണ് 80ാമത്തെ വകുപ്പ്. ഡൗറി ഡെത്ത് പറയുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീ അസ്വാഭാവികമായി മരണപ്പെടുകയാണെങ്കിൽ അവർക്കെതിരെയുള്ളതാണ് അല്ലേ. 7 മുതൽ അതിന് കാരണക്കാരനാവുന്നവർക്ക് 7 മുതൽ ജീവപര്യന്തം വരെയുള്ള തടവും പിഴയും കിട്ടാമെന്ന് ഓർമ്മിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, BNS വകുപ്പ് 112മായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നാണ്. BNSലെ 112ാമത്തെ വകുപ്പ് അവിടെ അറിയുക. BNSലെ 111 ഉണ്ട്, 112 ഉണ്ട്, 113 ഉണ്ട്. 111 സംഘടിത കുറ്റകൃത്യവും, 112 ചെറിയ സംഘടിത കുറ്റകൃത്യവും, 113 തീവ്രവാദ പ്രവർത്തനവുമാണ്. ഇത് മൂന്നും നന്നായിട്ട് പഠിക്കാം. 111, 112, 113. ചെറിയ സംഘടിത കുറ്റകൃത്യം 112 ശരിയായ പ്രസ്താവനയാണ് 1. ഈ വകുപ്പിൽ ചരക്ക് മോഷണം, ATM മോഷണം, കടകളിൽ നിന്നുള്ള മോഷണം എന്നിവ ഉൾപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. ഉൾപ്പെടുന്നു. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് 111ലെയും 112ലെയും കുറ്റങ്ങൾ ഏതൊക്കെയെന്ന് വായിച്ചിട്ട് എക്സാമിന് പോകാവൂ. വകുപ്പ് 112 പ്രകാരം കുറ്റം ചെയ്യുന്ന ആരും 1 വർഷത്തിൽ കുറയാത്തതും 5 അല്ല, അവിടെ 7 വർഷത്തോളം വരെ നീണ്ടാവുന്ന തടവും പിഴയുമാണ്. അപ്പോൾ ഇതും തെറ്റാണ്. 1 മാത്രം ശരി, 2ഉം 4ഉം 2ഉം 3ഉം തെറ്റ്. അപ്പോൾ 2ഉം 3ഉം മാത്രം എന്നാണ് ഇതിൻ്റെ ആൻസർ. കാരണം 1 മാത്രമേ അവിടെ ശരിയുള്ളൂ, 2ഉം 3ഉം മാത്രം തെറ്റെന്ന ആൻസർ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും 111, 112, 113 വായിക്കണം. 111നകത്ത് ഒരുപാട് സബ്സെക്ഷൻസ് ഉണ്ട്. സബ്സെക്ഷൻസ് പഠിക്കേണ്ടതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇപ്പോൾ സബ്സെക്ഷൻ ചോദിക്കുന്നുണ്ട് പരീക്ഷകളിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, അനാവശ്യമായ തടഞ്ഞു വെക്കാൻ പാടില്ല എന്ന് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിൽ പരാമർശിക്കുന്ന വകുപ്പ് ഏത്? അനാവശ്യമായി തടഞ്ഞു വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അനാവശ്യമായി നിയന്ത്രണത്തിന് വിധേയമാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സെക്ഷൻ 46 തന്നെയാണ്. 46. കാരണം കൈവിലങ്ങ് ഉപയോഗിക്കാൻ, കൈവിലങ്ങ് മാത്രം മതി ഒരേ സമയം ഒരു പ്രതിയെ കീഴടക്കാൻ. കൈവിലങ്ങ് മാത്രം മതി, അതിൽ കവിഞ്ഞ ഹാനി അവിടെ ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നറിയുക. 46ാമത്തെ വകുപ്പ്. ഓക്കെയാണ്. ഇനി 47ാമത്തെ വകുപ്പ് ഈ ഇടയ്ക്ക് WCPOക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. 47ാമത്തെ വകുപ്പ്, ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് എന്തിനാണ് അയാൾ അറസ്റ്റ് എന്നുള്ള കാരണങ്ങളും അയാൾക്ക് ജാമ്യത്തിനുള്ള അവകാശമുണ്ടോ ഇല്ലയോ എന്നറിയിക്കാനുള്ള അവകാശം അവിടെ ഉണ്ട്. 47. ഓക്കെ, അത്ര ഇത് രണ്ടും നന്നായിട്ട് അറിയുക. 46, 47 നന്നായിട്ട് അറിഞ്ഞുകൊള്ളുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ മജിസ്ട്രേറ്റിൻ്റെയോ പോലീസ് സ്റ്റേഷൻ്റെ ചുമതല ഉദ്യോഗസ്ഥന് മുമ്പാകെ കൊണ്ടുപോകണമെന്ന് വ്യക്തമാക്കുന്ന വകുപ്പ് ഏത്? അപ്പോൾ അറസ്റ്റ് ചെയ്യുന്ന വ്യക്തിയെ എന്ത് ചെയ്യണം?
പോലീസ് സ്റ്റേഷൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന് മുമ്പാകെ കൊണ്ടുപോകണം. ഈ വകുപ്പ് നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്താൽ മതി. ഒരെണ്ണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാം കമൻറ്റ് ചെയ്യണം. 55, 56, 57. ഓക്കെ, 58 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കമൻറ്റ് ചെയ്യണം. ഇത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. 55, 56, 57, 58 നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തിരിക്കണം. നിർബന്ധമായിട്ടും ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ അതിനർത്ഥം നിങ്ങൾ ഈ ടോപ്പിക്ക് പഠിച്ചു എന്നാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാനിതുപോലെ ഓരോ ഇത് തരും, അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ മജിസ്ട്രേറ്റോ പോലീസ്, നമുക്കറിയാം അറസ്റ്റുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ഏതാണ്? അറസ്റ്റുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ BNSSലെ ചാപ്റ്റർ 5 ആണ്. കാരണം ചാപ്റ്ററൊക്കെ അധ്യായങ്ങൾ ചോദിക്കുന്നുണ്ട്. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ എത്ര സെക്ഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ 531 സെക്ഷനും എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് ചോദിച്ചാൽ 39 ചാപ്റ്റർ ഉണ്ട്. എത്ര പട്ടികയുണ്ടെന്ന് ചോദിച്ചാൽ 2 പട്ടികയുമുണ്ട്. ഈ പട്ടിക നന്നായിട്ട് പഠിച്ചോണം. ഒരു കേസ് കൊഗ്നീസബിൾ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് പട്ടികയാണ്. അതിൽ ശ്രദ്ധിക്കേണ്ടത് ടു ക്ലോസ് സി എന്ന് ചോദിച്ചാൽ അത് ബെയിലബിൾ ഓർ നോൺ ബെയിലബിൾ ആണ്. ഇതെവിടെ പറഞ്ഞിരിക്കുന്നു? ഇത് പട്ടിക 1 പറഞ്ഞിരിക്കുന്നു. ഇനി ടു ക്ലോസ് ജി എന്നുള്ളത് എവിടെ പറഞ്ഞിരിക്കുന്നു? അത് കൊഗ്നൈസബിൾ ആണെന്നുള്ളത് എവിടെ പറഞ്ഞിരിക്കുന്നു? പട്ടിക 1 പറഞ്ഞിരിക്കുന്നു. ടു ക്ലോസ് ജി കഴിഞ്ഞ് ഓ പറയുന്നു, അതും എവിടെ പറഞ്ഞിരിക്കുന്നു? പട്ടിക 1 പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം പട്ടിക 1 പറഞ്ഞിരിക്കുന്നതെന്ന് ഓർമ്മിക്കുക. 2 പട്ടികയിലെ ആദ്യത്തെ പട്ടികയ്ക്കകത്ത് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് ഓർമ്മിക്കുക. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ വകുപ്പ് 39 എന്ത്? ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ വകുപ്പ് 39 എന്തെന്ന് ചോദിച്ചാൽ 39ാമത്തെ വകുപ്പ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിൽ പറയുന്നത് നോൺ കൊഗ്നൈസബിൾ കേസുകൾ. നമുക്കറിയാം കൊഗ്നൈസബിൾ കേസ് ഉണ്ട്, നോൺ കൊഗ്നൈസബിൾ കേസ്. നോൺ കൊഗ്നൈസബിൾ കേസ് എന്താണ്? 2 ക്ലോസ് ഓയിലാണ് പറയുന്നത്. 2 ക്ലോസ് 1 ക്ലോസ് ഓ എന്നാണ് കേട്ടോ. 2 ക്ലോസ് 1 ക്ലോസ് ഓ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താണ് നോൺ കൊഗ്നൈസബിൾ കേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയെ വാറണ്ടോട് കൂടി മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കേസാണ് നോൺ കൊഗ്നൈസബിൾ കേസ്. ഇത് പട്ടിക 1 പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഒരു വ്യക്തിയോട്, നോൺ കൊഗ്നൈസബിൾ കുറ്റം ചെയ്ത വ്യക്തിയോടും പോലീസ് തൻ്റെ ഐഡൻറ്റിറ്റി ചോദിക്കുമ്പോൾ പറയാൻ വിസമ്മതിച്ചാൽ 39 പ്രകാരം അയാളെ അറസ്റ്റ് ചെയ്യാം. അതാ കിടക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. ഏതാണ്? പേരും വാസസ്ഥലവും പറഞ്ഞു കൊടുക്കാൻ വിസമ്മതിച്ചാലുള്ള അറസ്റ്റ്. അയാളുടെ പേരോ ഐഡൻറ്റിറ്റിയോ പറഞ്ഞില്ല എങ്കിൽ നോൺ കൊഗ്നൈസബിൾ ആയാലും അയാളെ എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാമെന്ന് പറയുന്ന വകുപ്പ് ഏതാണ്? 39ാമത്തെ വകുപ്പാണ്. മറക്കരുത്. BNSSലെ 39ാമത്തെ വകുപ്പ്. ഓക്കെ, തനിക്ക് തിരഞ്ഞെടുക്കുന്ന അഡ്വക്കേറ്റിനെ കാണാനുള്ള അവകാശം ഏത് വകുപ്പിലാണ്? 38ലാണ്. 40 എന്താ പറയുന്നത്? സ്വകാര്യ വ്യക്തിയാലുള്ള അറസ്റ്റ് പറയുന്നു. 40 ചോദിച്ചിട്ടുണ്ട്. സ്വകാര്യ വ്യക്തിയാലുള്ള അറസ്റ്റ് ആകുമ്പോൾ 6 മണിക്കൂർ എന്നുള്ളത് നമ്മുടെ പരീക്ഷയ്ക്ക് ഡ്രൈവർ CPO പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 41 മജിസ്ട്രേറ്റിനാലുള്ള അറസ്റ്റ് എന്ന് പറഞ്ഞു. 41 മജിസ്ട്രേറ്റിനാലുള്ള അറസ്റ്റ്. 42 പറഞ്ഞു ഒരു സായുധ സേനാംഗത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെ നിയമപരമായാണ് ഡ്യൂട്ടി ചെയ്യുമ്പോഴാണ് അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയില്ലാതെ അയാളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് 42ാമത്തെ വകുപ്പിൽ പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾ അറിയേണ്ടത് 42ാമത്തെ വകുപ്പ് കഴിഞ്ഞ് 43 എങ്ങനെയൊക്കെ അറസ്റ്റ് ചെയ്യാം? നമ്മൾ അറിയാമല്ലോ, അറസ്റ്റ് ചെയ്യുമ്പോൾ കൈവിലങ്ങാരെയൊക്കെ ഉപയോഗിക്കാമെന്നും അധികം ബലപ്രയോഗം പാടില്ല, ആവശ്യമാണെങ്കിൽ മാത്രം ബലപ്രയോഗമാണ്, സ്ത്രീകളെ രാത്രി അറസ്റ്റ് ചെയ്യണമെങ്കിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ മുൻകൂർ അനുമതി വാങ്ങണം തുടങ്ങിയതൊക്കെ 43 പറഞ്ഞിട്ടുണ്ട്. ഓക്കെയാണ്. അപ്പോൾ ഇത് ഓർമ്മിച്ചോളൂ. അതുപോലെ 37ാമത്തെ വകുപ്പ് നിയുക്ത പോലീസ് ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട വകുപ്പ് ഓർമ്മിച്ചാൽ 37ആണ്. നിയുക്ത പോലീസ് ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട വകുപ്പ് 37. ASI റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കും നിയുക്ത പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് നമുക്കറിയാവുന്നത്. നിയുക്ത പോലീസ് ഉദ്യോഗസ്ഥൻ. ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. സെക്ഷൻ BSAയിലെ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്നത് ഇപ്പോൾ ഡ്രൈവർ CPOക്കും വുമൺ CPOക്കും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. BSAയിലെ 23ാമത്തെ സെക്ഷൻ. അപ്പോൾ BSAയിലെ ഞാൻ പറയുന്ന സെക്ഷനുകളൊന്ന് നോക്കുക. 22, 23, 24 ഇത് 3 എന്താണ് നമുക്ക് നോക്കാം. 22 എന്ന് പറഞ്ഞാൽ പ്രചോദനമോ ഭീഷണിയോ കാരണം ഒരു വ്യക്തി കുറ്റസമ്മതം ഏതൊരു മജിസ്ട്രേറ്റിനോട് നടത്തിയാലും ആ മജിസ്ട്രേറ്റ് അത് കേൾക്കുവാൻ പാടില്ല. പ്രചോദനമോ ഭീഷണിയോ കാരണം ഏതൊരു മജിസ്ട്രേറ്റിനോട് നടത്തിയാലും അയാൾ അത് കേൾക്കുവാൻ പാടില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നതാണ് കുറ്റസമ്മതം എന്ന് പറയുന്നത്. ഈ പ്രചോദനമോ ഭീഷണിയോ ഇല്ലാതിരുന്നാൽ മാത്രമേ മജിസ്ട്രേറ്റ് അയാളോട് പറയാവൂ. അതുമാത്രമല്ല അയാളോട് പറയണം മജിസ്ട്രേറ്റ് നിങ്ങൾ ഇതിൽ കുറ്റസമ്മതം നടത്താൻ ബാധ്യസ്ഥനല്ല എന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അയാളുടെ പറഞ്ഞു കൊടുക്കണം. 22. ഇനി 23ാമത്തെ വകുപ്പാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചോദിക്കുന്നത്. കാരണം പോലീസ് ഉദ്യോഗസ്ഥനോട് നടത്തുന്ന കുറ്റസമ്മതം. ഒരു കസ്റ്റഡിയിൽ വെച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് പറയുന്ന യാതൊരു കുറ്റസമ്മതവും സ്വീകാര്യമല്ല. പക്ഷേ ഒരു മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ പറഞ്ഞാൽ മാത്രം അത് സ്വീകാര്യം.
സ്വീകാര്യമാണ്. മാത്രമല്ല ഈ കുറ്റസമ്മതം നടത്തുമ്പോൾ മേലുദ്യോഗസ്ഥനായാൽ പോലും കീഴുദ്യോഗസ്ഥനായാലും പോലീസിനോട് പറയാൻ പാടില്ല കുറ്റസമ്മതം. പോലീസിനോട് കുറ്റസമ്മതം നടത്താൻ പാടില്ല. നിങ്ങൾ തീർച്ചയായിട്ടും 23 നന്നായിട്ട് വായിച്ചിട്ട് പോകണം, 23 22. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും പ്രധാനപ്പെട്ട സെക്ഷനുകളാണ്, 23 22. ഓക്കെ, അപ്പോൾ അതിൽ 24 എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ പ്രചോദനമോ ഭീഷണിയോ വാഗ്ദാനമോ വഴിയുണ്ടായ കുറ്റസമ്മതം ക്രിമിനൽ നടപടിയിൽ അപ്രസക്തം എന്ന് പറയുന്ന സെക്ഷൻ 22 പറയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥനുള്ള കുറ്റസമ്മതം 23 പറയുന്നത്. എന്നാൽ കുറ്റസമ്മതം നടത്തുന്ന ആളെയും ഒരേ കുറ്റത്തിന് കൂട്ടായി വിചാരണ ചെയ്യപ്പെടുന്ന മറ്റാളുകളെയും ബാധിക്കുന്നതും തെളിയിക്കപ്പെടുന്നതുമായ കുറ്റസമ്മതത്തിന്റെ പരിഗണന പറയുന്നത് 24 പറയുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷൻ 24. അപ്പോൾ 24 ഓർമ്മിക്കണം. കുറ്റസമ്മതം നടത്തുന്ന ആളെയും ഒരേ കുറ്റത്തിന് കൂട്ടായി വിചാരണ ചെയ്യപ്പെടുന്ന മറ്റാളുകളെയും ബാധിക്കുന്നതും തെളിയിക്കപ്പെട്ടതുമായ കുറ്റസമ്മതത്തിന്റെ പരിഗണനയാണ് 24 പറയുന്നത്. നന്നായിട്ട് ഓർമ്മിച്ചോണം, അത് വായിക്കണം. ഇനി 26 കൂടെ ഞാൻ പറഞ്ഞുതരാം. 26 മരണമൊഴി. 26 മരണമൊഴിയുമായി ബന്ധപ്പെട്ട് മരണമൊഴി എങ്ങനെയായിരിക്കണമെന്നും അല്ലെങ്കിൽ കാണാതായ വ്യക്തിയുടെ മൊഴി എങ്ങനെ എടുക്കുമെന്നും ആരൊക്കെയാണ് മരണമൊഴി എടുക്കേണ്ടത്, മജിസ്ട്രേറ്റ്, പോലീസ്, പിന്നെ ഡോക്ടർ. പിന്നെ മാത്രമല്ല ഇപ്പോൾ പറയുന്ന ഏതൊരു വ്യക്തിക്കും മരണമൊഴി സ്വീകാര്യമാണ്. പക്ഷേ മജിസ്ട്രേറ്റിനോട് പറയുന്ന മരണമൊഴിയാണ് കൂടുതൽ സ്വീകാര്യം എന്ന് പറയുന്നത് 26 പറയുന്നു. മരണമൊഴി എപ്പോഴാണ് എടുക്കുന്നത്? മരണമൊഴി ഒരാൾ ദൃശ്യതി പറ്റി ആശുപത്രിയിലൊക്കെ എടുക്കുമ്പോഴാണ് മരണമൊഴി എടുക്കുന്നത്. അവിടെ ഓർമ്മിക്കണം. 26ാമത്തെ സെക്ഷനാണ് മരണമൊഴി. അതുപോലെ തന്നെ 39ാമത്തെ സെക്ഷൻ പഠിക്കാതെ പോകരുത്. 39 വിദഗ്ധന്മാരുടെ അഭിപ്രായം. ഒരു വ്യക്തി ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളിനെയാണ് വിദഗ്ധൻ എന്ന് പറയുന്നത്. അപ്പോൾ വിദഗ്ധന്റെ അഭിപ്രായത്തെ പറ്റി പറയുന്ന വകുപ്പാണ് 39. ക്ലിയർ ആണ്? ഒന്നും സ്കിപ്പ് ചെയ്ത് മുഴുവൻ കാണുക. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ഈ നമ്മുടെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അദ്വൈതം PSC ADHWAITHEAM അദ്വൈതം PSC എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള എല്ലാ യൂണിഫോം പോസ്റ്റുകളിലും നമ്മുടെ ചാനൽ ഒരു വഴികാട്ടിയായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം തീർച്ചയായിട്ടും. ഓക്കെ, അടുത്ത ഒരു പോയിന്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രശ്നം A Bയുടെ നിയമാനുസൃത പുത്രനാണോ ഈ സന്ദർഭത്തിൽ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും ഞാൻ നിങ്ങൾക്ക് തരികയാണ്. കാരണം ഇത് 2 സെക്ഷനാണ്. അപ്പോൾ നേരത്തെ ഒരെണ്ണം എവിടെ തന്നു? BNSS തന്നു. ഇത് BSAയിൽ തരികയാണ്. ഓക്കെ, ഇത് ഒൺവേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് തരുന്നത്. BSAയിൽ തന്നാണ് ഒരാളുടെ പുത്രനാണോ അല്ലയോ എന്നുള്ളത് വിഷയം. ഇത് 26 വ്യക്തമായിട്ട് പറയുന്നുണ്ടെങ്കിലും പ്രത്യേകമായിട്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുന്നു. അത് ഏത് വകുപ്പിനകത്ത് പറയുന്നു എന്ന് നിങ്ങൾ പറയണം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഈ 2 ക്വസ്റ്റ്യനും കമന്റ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെല്ലാം? സ്പെഷ്യൽ പോലീസ് ഓഫീസർ, ഇത് കേരള പോലീസ് ആക്ടിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. KP ആക്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്പെഷ്യൽ പോലീസ് ഓഫീസർ, അവിടെ ഒരാളെ സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥനായി നിയമിച്ചാൽ അയാളെ സർക്കാർ സർവീസിൽ താൽക്കാലികമായി കണക്കാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ കേരള പോലീസ് ആക്ടിലെ 98ാമത്തെ വകുപ്പാണ് ഈ പറയുന്നത്. കേരള പോലീസ് ആക്ടിലെ 98ാമത്തെ വകുപ്പ് ഈ പറയുന്നത് ഓർമ്മിക്കാം കേട്ടോ. 98ാമത്തെ വകുപ്പാണ് പറയുന്നത്. കേരള പോലീസ് ആക്ടിലെ 98ാമത്തെ വകുപ്പ്. അപ്പോൾ ഒരാളെ സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥനായി നിയമിച്ചാൽ അയാളെ സർക്കാർ സർവീസിൽ താൽക്കാലികമായി കണക്കാക്കാൻ പാടില്ല. ഉദ്യോഗസ്ഥരുടെ സേവനം മുന്നറിയിപ്പില്ലാതെ അവസാനിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോ ഉദ്യോഗസ്ഥരുടെ സേവനം മുന്നറിയിപ്പില്ലാതെ അവസാനിക്കാൻ സാധിക്കും. അപ്പൊ അതും തെറ്റാണ്. സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആയുധം നൽകാം, തെറ്റാണ്. ഇവരുടെ പ്രായപരിധി 18 വയസ്സിനും 65 അല്ല 60 വയസ്സിനും ഇടയിലാണ്. അപ്പോൾ ആൻസർ എല്ലാം തെറ്റ് എന്നൊരു ആൻസറിലേക്ക് നമുക്ക് പോവാം. ആൻസർ എല്ലാം തെറ്റെന്ന ആൻസർ ആണ്. അപ്പോൾ സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട സെക്ഷൻ 98 ഇതിൽ ആൻസർ എല്ലാം തെറ്റ് എന്നൊരു ആൻസറിലേക്ക് നമുക്ക് പോകാം. കാരണം 98 പഠിക്കണം. കാരണം ഇപ്പോൾ വുമൺ CPOക്ക് 64 ചോദിച്ചു, കമ്മ്യൂണിറ്റി പോലീസിംഗ്. അപ്പോൾ 98 നന്നായിട്ട് നോക്കുക. കേരള പോലീസ് ആക്ടിൽ എത്ര സെക്ഷൻ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 131 വകുപ്പുണ്ട്. കേരള പോലീസ് ആക്ടിൽ 131 വകുപ്പും എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് ചോദിച്ചാൽ 8 ചാപ്റ്ററുമാണ്. 131 സെക്ഷനും 8 ചാപ്റ്ററുമാണ് കേരള പോലീസ് ആക്ടിനകത്തുള്ളത്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ചെറിയ ഒരു പ്രശ്നമുണ്ട്, ഇലക്ട്രിസിറ്റിയുടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, കാണാമല്ലോ, കുഴപ്പമില്ല. അപ്പൊ 131 വകുപ്പും 8 ചാപ്റ്ററും ഉണ്ട്.
അതിനകത്ത് പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞ സെക്ഷനുകൾ പഠിക്കാതെ പോകരുത്. പോലീസിന്റെ കടമ എന്ന് പറഞ്ഞാൽ 3, ചുമതല എന്ന് പറഞ്ഞാൽ 4, എല്ലാവർക്കും പോലീസ് സേവനത്തിന് അവകാശമാണെന്ന് പറയുന്നത് 7, അതുപോലെ 8 എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്തെല്ലാം അവകാശം കിട്ടണമെന്ന് പറയുന്നത് 8, അതുപോലെ 14 പോലീസിന്റെ ഘടന ഫുൾ ഫോം പഠിക്കണം. 14ന്റെ ഫുൾ ഫോം ഞാൻ ഈ പറയുന്നത് പഠിക്കാതെ എക്സാമിന് പോയി കളയരുത്. 14 പഠിക്കണം, നിർബന്ധമായും പഠിക്കണം 14. അതുപോലെ 21 സ്പെഷ്യൽ വിങ്ങികൾ യൂണിറ്റുകളാണ്. 29 പോലീസിന്റെ പെരുമാറ്റം ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. 29 നാളെ എക്സാം കഴിയുമ്പോൾ നമ്മൾ ഈ പറയുന്നത് ഏതെങ്കിലുമൊക്കെ വന്നിരിക്കും. അതുപോലെ 31 പോലീസുകാർ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെന്ന് പറയുന്നു. അതുപോലെ ഡ്രൈവറിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 33 ഓഡിയോ വീഡിയോ റെക്കോർഡ് ചെയ്യാം. 37 സ്വകാര്യ സ്ഥലത്തുള്ള പ്രവേശനമാണ്. 37 ആചാരം മര്യാദ തുടങ്ങിയവ പാലിച്ചുകൊണ്ട് കയറാം. അതുപോലെ 38 പറഞ്ഞു പോലീസിനെ കുറ്റകൃത്യം തടയാനായി എന്തൊക്കെ ചെയ്യണം. 39 പറഞ്ഞു പോലീസിന്റെ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണം. 57 പറയുന്നു കാണാതായ വ്യക്തിയെ കണ്ടെത്താൻ പോലീസ് എന്ത് ചെയ്യണം. 61 പറയുന്നു ട്രാഫിക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട്. 64 പറയുന്നു കമ്മ്യൂണിറ്റി പോലീസിംഗ് ആണ്, ചോദിച്ചു കഴിഞ്ഞു. 69 പറഞ്ഞു അഗ്നിബാധ ദുരന്തമുണ്ടായപ്പോൾ പോലീസൊക്കെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഫയർഫോഴ്സോ മറ്റുള്ള അഭാവത്തിൽ എന്ത് ചെയ്യാം പബ്ലിക് സർവന്റിന്. 77 ശബ്ദ മലിനീകരണം. അതുപോലെ നമ്മൾ 98 പഠിച്ചു സ്പെഷ്യൽ പോലീസ് ഓഫീസർ. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് 117, 118, 119, 120 തുടങ്ങിയ സെക്ഷൻ പഠിക്കണം. 117 മുതൽ 120 വരെയുള്ള സെക്ഷൻ നന്നായിട്ട് വായിക്കണം. അതിനകത്ത് ഒരുപാട് സെന്റൻസുകൾ ഉണ്ടാവും. കാരണം പോലീസിന്റെ ചുമതലയിൽ ഇടപെട്ടാലുള്ള ശിക്ഷ. 118 ഗുരുതരമായ ക്രമസമാധാന ലംഘനത്തിലുള്ള ശിക്ഷ. 119 സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം. 120 എന്ന് പറഞ്ഞാൽ സാധാരണ ക്രമസമാധാന ലംഘനം. പഠിക്കണം, ശല്യമുണ്ടാക്കലൊക്കെ. ഇനി അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് കണ്ടെത്തുന്നു എന്നതിനെ പറ്റി പരാമർശിക്കുന്ന NDPS ആക്ടിലെ വകുപ്പ് ഏതെന്ന് അധ്യായം ഏതെന്ന് ചോദിച്ചാൽ അത് 5A ആണ്. 5A നമുക്കറിയാം. NDPS-നകത്ത് 83ഓളം വകുപ്പുകളുണ്ട്. 83 വകുപ്പുണ്ട് അല്ലെ NDPS-നകത്ത്. അതിനകത്ത് 6 അധ്യായമാണ്. പല ബുക്കുകളിലും 8 എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് 6 അധ്യായമാണ് പ്രധാനമായിട്ടും എഴുതുന്നത്. ഇപ്പോൾ ഓപ്ഷനിൽ 6ഉം 8ഉം വന്നാൽ നിങ്ങൾ നോക്കി എഴുതണം. കാരണം നമ്മുടെ ബേറാക്ട് ബുക്ക് അനുസരിച്ച് 6 അധ്യായം മാത്രമേ ഉള്ളൂ. എണ്ണി എടുക്കുമ്പോൾ 8 ആവുന്നേ ഉള്ളൂ. 6 ആണ് കറക്റ്റ് ആൻസർ എന്ന് അറിയുക. അപ്പൊ 5A 68F ആണ്. NDPS-ലെ 5A 68F ആണ് ഇതിലെ ആൻസർ എന്ന് വിളിക്കുക. 5A 68F എന്ന് അറിയുക. ഓക്കെ. അടുത്തത് ലൈംഗിക കടന്നുകയറ്റത്തിലുള്ള തീവ്രമായ ആക്രമണങ്ങളിൽ ഉൾപ്പെടുന്ന സാഹചര്യം ഏത്? ലൈംഗിക കടന്നുകയറ്റം. അപ്പൊ അവിടെ പോക്സോയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, പോക്സോയുമായി ബന്ധപ്പെട്ട കാര്യമാണ് വരുന്നത്. ലൈംഗിക കടന്നുകയറ്റം എന്ന് പറയുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം സെക്ഷൻ 3ഉം അതിന്റെ ശിക്ഷ 4ലുമാണെന്ന് അറിയാം. പക്ഷെ ഇതിന്റെ തന്നെ അടുത്ത ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻ, അതായത് ലൈംഗിക തീവ്രമായ ആക്രമണം എന്ന് പറയുമ്പോൾ അവിടെ സെക്ഷൻ 5ഉം 6ഉമാണ് വരുന്നത്. ഇതിനാണ് വധശിക്ഷ കൂട്ടിച്ചേർത്തത്. വധശിക്ഷ. ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന ഒരു കുട്ടിയെ ലൈംഗിക കടന്നുകയറ്റ ആക്രമണത്തിന് വിധേയമാക്കുന്നത് ശരിയാണ്. ലൈംഗിക കടന്നുകയറ്റം ഒരു കുട്ടിക്ക് നേരെ നടത്തുന്നതിന്റെ ഫലമായി മരണം സംഭവിക്കുന്നത് ശരിയാണ്. ലഹളകളുടെ ഭാഗമായോ ഏതെങ്കിലും പ്രകൃതിദുരന്തത്തിന്റെ സമയത്തോ കുട്ടിയെ പീഡിപ്പിച്ചാലും ശരിയാണ്. അപ്പൊ ആൻസർ ഇവയെല്ലാം ശരിയെന്നാണ്. അപ്പോൾ 5ലാണ് പറയുന്നത്. അതിന്റെ ശിക്ഷ 6ലാണ് പറയുന്നത് ഓർമ്മിക്കുക. പോക്സോയില് 3ഉം 4ഉം പറയുന്നുണ്ട്, 5ഉം 6ഉം പറയുന്നുണ്ട്. ക്ലിയർ ആണെന്ന് മനസ്സിലായോ? പോക്സോയുടെ ഫുൾ ഫോം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. പോക്സോയ്ക്ക് അത് 46 വകുപ്പുകൾ. എത്ര വകുപ്പുകളാണ്? 46 വകുപ്പുകളാണുള്ളത്. അതിനകത്ത് 9 അധ്യായവും ഉണ്ടെന്ന് അറിയുക. 46 വകുപ്പുകളും 9 അധ്യായവും ഉണ്ടെന്ന് അറിയുക. ക്ലിയർ ആണേ? അടുത്ത ക്വസ്റ്റിലേക്ക് വരുന്നത് സോഷ്യൽ മീഡിയ വഴി കുട്ടികളുടെ അശ്ലീല ചിത്രം വീഡിയോകൾ തുടർന്നും ആവർത്തിച്ചും കാണുകയും പ്രദർശിപ്പിക്കുകയോ ചെയ്താൽ. അപ്പൊ ഇവിടെ നമുക്കറിയാം കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ വീഡിയോകൾ തുടർന്നും ആവർത്തിച്ചും കാണുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്താലുള്ള ശിക്ഷയാണ് 5 വർഷവും 7 ലക്ഷം രൂപയും, 7 വർഷവും 10 ലക്ഷവും, 5 വർഷവും 10 ലക്ഷവും, 10ഉം 7ഉം. ഏതാണ് നമുക്കിവിടെ 67B ആണ് വരുന്നത്. 67B ചൈൽഡ് പോർണോഗ്രഫിയുമായി ബന്ധപ്പെട്ട വകുപ്പ് 67B ആണ്. അവിടെ 5 വർഷവും 10 ലക്ഷവുമാണ് ശിക്ഷ. പക്ഷേ ആവർത്തിച്ചു കഴിഞ്ഞാൽ 7 വർഷവും 10 ലക്ഷവുമാണെന്ന് അറിയുക. അപ്പൊ 7 വർഷവും 10 ലക്ഷവുമാണ് ശരി ഉത്തരം. ഓപ്ഷൻ ബി ആണെന്ന് അറിയുക. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമപ്രകാരം പൗരന്മാർക്ക് ലഭിച്ച അവകാശങ്ങൾ എന്തെല്ലാം? ഒരു പൊതു അധികാരിയുടെ കൈവശമുള്ള പ്രമാണങ്ങളും രേഖകളും പരിശോധിക്കുക. ഒരു പൊതു അധികാരിയുടെ കൈവശമുള്ള രേഖകളുടെ സാക്ഷ്യ പകർപ്പുകൾ എടുക്കുക. ഇലക്ട്രോണിക് സംവിധാനങ്ങളിലോ ശേഖരിച്ചു വെച്ചുള്ള വിവരങ്ങൾ പിന്നീട് എന്നിവ പകർത്തിയെടുക്കുക. ഒരു പൊതു സ്ഥാപനത്തിന്റെയോ പ്രവർത്തനങ്ങൾ പരിശോധിക്കുക. അപ്പൊ ഇതിൽ ഏതാണ് ശരി എന്നാണ് നോക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് നോക്കാം ഏതൊക്കെയാ. ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുള്ള വിവരങ്ങൾ പിന്നീട് എന്നിവ
പകർത്തിയെടുക്കുക എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. പകർത്തിയെടുക്കുക, നമുക്ക് പകർത്തിയെടുക്കാനുള്ള അവകാശം അല്ലേ? അവകാശങ്ങൾ എന്തെല്ലാമെന്നാണ്, അത് പരിശോധിക്കാനുള്ള അവകാശമേ നമുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് നോക്കാനുള്ളത് 1, 2, 4 ശരിയെന്ന് എടുക്കാം. ഓക്കെ, കാരണം ഇലക്ട്രോണിക്കുള്ളത് എടുക്കാം, പക്ഷെ പകർത്തിയെടുക്കാനുള്ള അവകാശം നമുക്ക് കിട്ടണം. ഓക്കെ ആണ്. അടുത്തത്, ഒരു സേവനദാതാവിന്റെയോ പൊതുസ്ഥലത്തിന്റെ ചുമതലയുള്ള വ്യക്തിയുടെ സാന്നിധ്യത്തിൽ സ്ത്രീയുടെ സ്വകാര്യതയ്ക്ക് ഭംഗം വരുത്തുന്ന രീതിയിൽ ലൈംഗിക ചേഷ്ടകളോ പ്രവൃത്തിയോ ചെയ്തെന്ന് ഇരയായ സ്ത്രീ പരാതിപ്പെടുകയും എന്നാൽ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുവാൻ വീഴ്ച വരുത്തിയാൽ കേരള പോലീസ് ആക്ട് പ്രകാരമുള്ള ശിക്ഷ എത്ര? ഈ കേരള പോലീസ് ആക്ട് 119, കേരള പോലീസ് ആക്ട് 119 നമുക്കിവിടെ പറയുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമവുമായി ബന്ധപ്പെട്ട സെക്ഷൻ 119. അവിടെ അതിക്രമിക്കുന്ന വ്യക്തിക്ക് 3 വർഷവും 10,000 രൂപയും കിട്ടുമെങ്കിലും അതിന് വീഴ്ച വരുത്തുന്ന വ്യക്തിക്കുള്ള ശിക്ഷ 1000 രൂപയാണ്. കാരണം ഒരു സ്ത്രീ തന്റെ കഷ്ടതയെ കുറിച്ച് അവിടുത്തെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനോടോ സേവനദാതാവിനോടോ പറഞ്ഞിട്ടും അവർ അതിന് വീഴ്ച വരുത്തി കഴിഞ്ഞാൽ 1000 രൂപ പിഴ എന്ന് ഓർമ്മിക്കണം. 1000 രൂപ പിഴ എന്നറിയാം. അടുത്ത ക്വസ്റ്റ്യൻ, NDPS ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് ഏതെങ്കിലും കുറ്റം ചെയ്യാൻ കാരണമാവുകയോ ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുകയോ അതുമല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ? ശ്രമിച്ചാൽ, കുറ്റകൃത്യത്തിന്റെ പ്രേരണയോ ശ്രമവുമായി ബന്ധപ്പെട്ട സെക്ഷൻ 28. സ്ഥലമോ വസ്തുവോ കൊടുത്താൽ 25. ആവർത്തിച്ചാൽ 31. ചില കുറ്റങ്ങൾ ആവർത്തിച്ചാൽ വധശിക്ഷ കിട്ടുമെന്ന സെക്ഷൻ 31A ആണ്. ഇതിപ്പോൾ WCPA ചോദിച്ചു 19, 24, 27A പ്രകാരമുള്ള കുറ്റം ചെയ്യുമ്പോൾ 31A മാത്രമല്ല NDPS എല്ലാ വകുപ്പുകളും എന്തൊക്കെയാണ്? കോഗ്നൈസബിൾ ആൻഡ് നോൺ വെയിലബിൾ ആയിരിക്കും എന്നറിയുക. നിലവിലെ മുഖ്യ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ആരാണെന്നറിയാം. ആരാണ്? ഹീരാലാൽ സമരിയാണ്. സംസ്ഥാനമാണെങ്കിൽ വിഹാരി നായർ. ഒരു വ്യക്തിയുടെ അനുവാദമില്ലാതെ അയാളുടെ സ്വകാര്യ ചിത്രങ്ങൾ എടുക്കുകയും അത് ഇന്റർനെറ്റ് വഴി പ്രചരിപ്പിക്കുന്നത് തെറ്റാണെന്ന് പരാമർശിക്കുന്ന IT ആക്ടിലെ സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് 66. അതായത് സ്വകാര്യ ചിത്രങ്ങളാണ്. 66 E ആണ്. ശിക്ഷ 3 വർഷവും 2 ലക്ഷം രൂപയുമാണ്. ശിക്ഷ 3 വർഷവും 2 ലക്ഷം രൂപയുമാണെന്ന് അറിയുക. 3 വർഷവും 2 ലക്ഷം രൂപയുമാണെന്ന് അറിയാം. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. പോക്സോ ആക്ട് പ്രകാരം ആരെങ്കിലും അപമാനിക്കാനായി വ്യാജ വിവരം നൽകുന്നത് ഒരു കുട്ടിയാണെങ്കിൽ ലഭിക്കുന്ന ശിക്ഷ? ഈ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വ്യാജ വിവരം നൽകുന്നത് കുട്ടിയാണെങ്കിൽ കുട്ടിക്ക് എന്തില്ല? ശിക്ഷ കൊടുക്കില്ല എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? വ്യാജ വിവരം 22ലാണ്. 22 ഒരു മുതിർന്ന വ്യക്തി കൊടുക്കുകയാണെങ്കിൽ, ഒരു മുതിർന്ന വ്യക്തി മറ്റൊരു മുതിർന്ന വ്യക്തിയെ അപമാനിക്കാൻ ചെയ്യുകയാണെങ്കിൽ ശിക്ഷ എത്ര കിട്ടും? 6 മാസം. ഒരു മുതിർന്ന വ്യക്തി കുട്ടിക്കെതിരെ കൊടുത്താൽ 1 വർഷം. കുട്ടി ചെയ്താൽ ശിക്ഷയില്ല. ഓക്കെ, താഴെ തന്നിരിക്കുന്നതിൽ കേരള പോലീസിന്റെ പ്രത്യേക വിങ്ങുകൾ യൂണിറ്റുകൾ ഉൾപ്പെടുന്നത് ഏതെല്ലാം? എല്ലാം ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. ട്രാഫിക് നിയന്ത്രണം വരാം, ഡിജിറ്റൽ ആൻഡ് സൈബർ പോലീസിംഗ് വരാം, റെയിൽവേയിലെ പോലീസ് സേവനം, പുതുതായി നിയമിക്കപ്പെടുന്നവർക്കും സർവീസുള്ളവർക്കും പോലീസ് സേവനവുമായി ബന്ധപ്പെട്ട പരിശീലനം അവിടെ വരുമോ എന്ന് നമുക്ക് നോക്കണം. അപ്പൊ ഇതിൽ 1, 2, 3 ശരി വരുന്നത് ശ്രദ്ധിക്കുക. പുതുതായി നിയമിക്കപ്പെടുന്നവർക്കും സർവീസുള്ളവർക്കും പോലീസ് സേവനവുമായി ബന്ധപ്പെട്ട പരിശീലനം അവിടെ വരാൻ സാധ്യതയില്ല. കാരണം സ്പെഷ്യൽ വിങ്ങുകളാണ്, ഡെപ്യൂട്ടേഷൻ ആണ്. ഇത് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് കാണിക്കുന്നത്. ഓക്കെ, അടുത്തയാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ നമ്മൾ പഠിച്ചത്. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഓടിച്ചു നോക്കാനായിട്ട് ഒരു പോർഷൻ കൂടെ ഞാൻ പോകാം. ഓക്കെ, അപ്പോൾ ഒരു പോർഷൻ ഇന്ന് വൈകിട്ട് ഒരു പോർഷൻ കൂടെ നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്താണ് കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യം എന്ന രീതിയിൽ ഞാൻ ഓടിച്ചതേ ഉള്ളൂ. കുറച്ചായിട്ട് ഇന്ന് മാക്സിമം നമ്മുടെ ചാനലിൽ നിങ്ങൾ നോക്കുക. ഓക്കെ, അദ്വൈതം PSC നോക്കിക്കൊള്ളുക. അതിനകത്ത് മാക്സിമം നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ നിങ്ങൾ ഫോളോ ചെയ്യുക. അദ്വൈതം PSC കറണ്ട് അഫയേഴ്സും ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.